ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാങ്ങുന്നവരുടെയൊക്കെ കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതി വെച്ചേക്കാം. എന്തെങ്കിലും വീട്ടാൻ പറ്റുമ്പോ. എടാ, അങ്ങനെ കട എഴുതിവരെ കൂട്ടത്തില് നീ ഞങ്ങളെ പെടുത്തല്ലടാ. ഓണത്തിന് മക്കൾക്കായിട്ട് എന്തെങ്കിലും എടുക്കുന്നത് വെറുതെ ആയിട്ടാണോ? അങ്ങനെ തന്നെയാ ഇപ്പൊ മനസ്സില്. നമ്മളെ ഹരിക്ക് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ എടാ, ഏതായാലും നീ വന്നത് നന്നായി. തൽക്കാലം തൊഴിലാളികൾക്ക് പണം കൊടുക്കേണ്ട കാര്യമൊക്കെ പരിഹരിച്ചു. അവർക്കത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. കുറച്ചു ബുദ്ധിമുട്ടെങ്കിലും എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോ അതങ്ങ് മറന്നു. എടാ, എനിക്ക് കാര്യമായിട്ടൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ല. ഇത് 3 ലക്ഷം രൂപയുണ്ട്. ഇതെവിടുന്ന? എടാ, പറഞ്ഞ പോലെ നീ നിന്റെ വീടിന്റെ ആധാരം വല്ലയിടത്ത് പണയം വെക്കേറ്റ ചെയ്തോ? ഇല്ലടാ, ഇന്നലെ വായനശാലയുടെ അടുത്ത് ഒന്നിച്ചു നിന്നപ്പോഴേ ഞാൻ നാണക്കേടൊന്നും നോക്കാതെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞു. എല്ലാവരും നുള്ളി പെറുക്കിയൊക്കെ കയ്യിൽ വെച്ചിരുന്ന. ഇതൊന്നും വേണ്ടടാ. എല്ലാരും ഓണത്തിന്റെ ആവശ്യത്തിനായിട്ട് കയ്യിൽ കരുതിയതാവും. നീ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എടാ, തൽക്കാലമുള്ള പ്രശ്നമൊക്കെ മാറിയല്ലോ. ഏയ്, അതൊന്നും ശരിയാവില്ലടാ. തിരിച്ചു കൊടുത്താലും അവന്മാരിതൊന്നും വാങ്ങിക്കൂല. അല്ലാതെ അത് എടാ, നിനക്കൊരു പ്രശ്നം എന്ന് പറയുമ്പോ കൂടെ നിൽക്കാൻ എല്ലാവരും തയ്യാറാ. പക്ഷേ നമ്മുടെയൊക്കെ കയ്യിലൊന്നും ഇല്ലാത്തവരായി പോയില്ലടാ. പറയുന്നത് കേക്ക് വേണു. ഇനി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങക്ക് വേണുവിനോട് ചോദിക്കാലോ, ഒരു സ്വന്തക്കാരനെ പോലെ. ഹരി, ഈ പണവുമായിട്ട് ഞാൻ തിരിച്ചു പോവില്ല. നീ ഇവിടെ ഉള്ളുരുകി നടക്കുന്ന കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. നീ ഇത് വാങ്ങിക്കടാ, വേറെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. അല്ല, വേണ്ട. നീ ഇത് വെക്ക്. വാങ്ങുന്നവരുടെയൊക്കെ കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതി വെച്ചേക്കാം. എന്തെങ്കിലും വീട്ടാൻ പറ്റുമ്പോ. എടാ, അങ്ങനെ കട എഴുതിവരെ കൂട്ടത്തില് നീ ഞങ്ങളെ പെടുത്തല്ലടാ. നിനക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത് പോട്ടെ. ഞങ്ങൾ വേറെ ചില മാർഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓണം കഴിഞ്ഞിട്ട് അത് നിന്നോട് പറയാം. ഓണത്തിന് വായനശാലയിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഈ ടെൻഷനിൽ നിന്ന് മാറി നിൽക്കാൻ രണ്ടുപേരും വരുന്നോ? ഇല്ലടാ, നാട്ടിലെല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനസ്സൊന്ന് ഫ്രഷ് ആയിരിക്കണ്ടേ. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാവരോടും അന്വേഷണമൊക്കെ പറ. എന്തായാലും ഓണാഘോഷമൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. ശരിയടാ, ഞങ്ങൾ വരും വേണു. വന്നിട്ട് കുറച്ചു ദിവസം ഇവിടെ നിക്കണം എന്നൊക്കെയുണ്ട്. പ്രശ്നങ്ങള് ഒതുങ്ങിയിട്ടെന്ന് പറയുന്നില്ല. ഞങ്ങൾ വരാം. എടാ, നീ അമ്മാവനോട് അന്വേഷണം പറയണേ. വിഷ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. എന്നാലും ഹാപ്പി ഓണം. ശരിയടാ. ഓക്കെടാ, പോവാം. ശരവണ, സുജാതെ, ഈ മഹാബലി എന്നൊക്കെ പറഞ്ഞ ശരവണന്റെ അത്രയും വയറൊക്കെ ഉള്ള ഒരു രാജാവായിരുന്നു കേട്ടാ. போங்க சார், சும்மா உங்க மாதிரி வயறு நான் படத்துல எல்லாம் பாத்துருக்கேன். உங்கள மாதிரி கூட எல்லாம்
ആ ആ എന്താടാ എന്താ ഇതൊക്കെ നീ അവർക്കൊക്കെ ശമ്പളമൊക്കെ കൊടുത്താ? ആ ശമ്പളമൊക്കെ കൊടുത്തു. ആ അവരൊക്കെ വലിയ സന്തോഷത്തില്. ആ പാവങ്ങളാ, ആമാ. കരഞ്ഞോണ്ടാ വാങ്ങിച്ചത്. അയ്യോ. ഇത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വലിയ സങ്കടമായേനെ. ആന്റി ആന്റി പറഞ്ഞ സത്യ. നമുക്ക് സന്തോഷം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? ശമ്പളം വാങ്ങിച്ചു പോയവരെല്ലാം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാ പോയത്. ആ അവരുടെ സന്തോഷവും അനുഗ്രഹവും ഒക്കെ കണ്ടപ്പോ എന്തോ നല്ലത് വരാൻ പോകുന്നു എന്നൊരു തോന്നല്. ആമാ. ദാ, ഇത് ആന്റിക്ക്. ഇനി ദാ എന്റെ അമ്മാവന്. എനിക്കിപ്പോ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോടാ? പിന്നില്ലാതെ. ആ ഈ ഒരു വാചകം പറയാതെ ഏതെങ്കിലും ഒരു ഓണം നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ആമാ, അത് കറക്റ്റ് തായി. മുമ്പൊരിക്കലേ ഒരു രസം ഉണ്ടായിട്ടുണ്ട്. എപ്പം ഞാൻ ഓണക്കോടി എടുത്ത് കൈ കൊടുത്താലും ദേ ഈ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ കരുതിയത് ഇത് സീരിയസ് ആയിട്ട് പറയുന്നതെന്നാ. ഒരു തവണ ഞാൻ എടുത്തില്ല. രാവിലെ മുതല് അമ്മാവന്റെ മുഖത്തൊരു കനം. പൂക്കളമിടാൻ വിളിച്ചാ വരില്ല. ഉച്ചയ്ക്ക് സദ്യക്ക് വിളിക്കുമ്പോ ദേ അങ്ങോട്ട് എവിടെയോ പോയി നിപ്പുണ്ട്. എന്നിട്ടിപ്പോ എന്താ? അന്ന് ഊണ് കഴിക്കുന്നതിന് മുമ്പ് അടച്ചു കിടന്നിരുന്ന കട ഞാൻ ആളെ വിളിപ്പിച്ച് തുറപ്പിച്ച് ഞാൻ ഓണക്കോടി എടുത്ത് കൈ കൊടുത്തു. ദേ ചോദിച്ചു നോക്ക്. അല്ല അത് പിന്നെ എനിക്ക് പുതിയതായിട്ടൊന്നും ഉടുക്കയില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇവന്റെ ഇന്ന് മേടിക്കുമ്പോ അതൊരു സന്തോഷമാ, അതുകൊണ്ടാ. ശരവണ ദാ അയ്യ എനക്ക ആ ആ. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാർ, ഇത് ഹരി സാർ എനിക്ക് ഫസ്റ്റ് ടൈം എടുത്തു കൊടുത്തത്. നാളെ കാലയില് ഇത് പോട്ട് ഓണം ധൂൾ ധൂളായി കലക്ക പോറ സാർ. നിത്യമാ നാളെ സദ്യക്ക് എന്നതെല്ലാം വാങ്ങണം. പച്ചക്കറിയോ മഞ്ഞക്കോടിയോ പൂവോ ഏതാവത് വാങ്ങണമെങ്കിൽ ലിസ്റ്റ് കൊടുക്ക, ഞാൻ പോയി വരാം. അതൊക്കെ വാങ്ങാൻ ശരവണ. ഇനി നമുക്ക് ഓണത്തിലേക്ക് പോവാം. ആമാ.